മഹേന്ദ്രന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ന് ആ കുട്ടിപ്പിശാചുക്കള് കാരണം എന്റെ സ്വപ്നം നടക്കാതെ പോയേനെ. കുട്ടികളെ ഞാനങ്ങനെ വെറുതെ വിടാനാ? ഇപ്പോ എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്ന മാഡം? എനിക്ക് മഹേന്ദ്രന്റെ മനസ്സിൽ കയറി പറ്റണമെങ്കിൽ മഹേന്ദ്രന്റെ അടുത്ത് തന്നെ ഞാൻ ഉണ്ടാവണം. അതല്ലാതെ ഈ കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയിരുന്നാ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാ എനിക്കും മഹേന്ദ്രനും ഇടയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആ കുട്ടികളെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇവിടുന്ന് അവരെ എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കണം. വീട്ടിലുള്ളവര് അത്രയും ദൂരമുള്ള സ്കൂളിൽ അയച്ചതിന് ഒരുപാട് എതിർപ്പുകൾ സാറിനോട് കാണിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോ ഹോസ്റ്റലിൽ അയക്കാൻ മറ്റുള്ളവർ സമ്മതിക്കോ? ഞാൻ പറഞ്ഞ അവര് സമ്മതിക്കില്ല. പക്ഷെ മഹേന്ദ്രൻ പറഞ്ഞ അവര് സമ്മതിക്കാതിരിക്കില്ലല്ലോ. അപ്പൊ ചോദിക്കുന്നവരുടെയും വേണ്ടാന്ന് പറയുന്നവരുടെയും വായടഞ്ഞോളൂ. വലിയ സാർ ഹോസ്റ്റലിൽ അയക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാ? ചോദിക്കണം. ഞാൻ ചോദിപ്പിച്ചിരിക്കും. നീ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യ. അതിനുശേഷം ഈ മഹേശ്വരിയുടെ തനി സ്വരൂപം നിനക്ക് കാണാം. നാളെ നീ അവർക്ക് അലാറം വെക്കരുത്. അവര് സാധാരണ എഴുന്നേൽക്കുന്നത് പോലെ വൈകി എഴുന്നേറ്റോട്ടെ. അവര് നാളെ രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുന്നത് ഒരുപാട് വൈകിട്ടായിരിക്കണം. ശരി മാഡം. ശരി, നീ ചെല്ല്. മാഡം കുറച്ചെങ്കിലും വന്ന് ആഹാരം കഴിക്കും മാഡം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പൊക്കോ. ശരി മാഡം. കുട്ടികളെ കാണാതായതിന് ഇത്രയും ടെൻഷൻ ആകണോ? അവര് വന്നല്ലോ, പക്ഷെ അവര് പോയത് നീ കാരണമല്ലല്ലോ. പിന്നെന്തിനാ ടെൻഷൻ ആവുന്ന? നിനക്ക് കുടുംബമൊന്നും ഇല്ലാന്ന് നീ വിചാരിക്കണ്ട മഹി. കാരണം നീ എപ്പോഴും എന്റെ കുടുംബം തന്നെയാ മഹി. നിനക്ക് എന്നോടിപ്പോ നല്ല ദേഷ്യം ഉണ്ടാവും, ഇങ്ങനെ എല്ലാവരെയും പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോയതുകൊണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ദൈവം എന്റെ തലയിൽ ഇതല്ലേ വിധിച്ചത്. പക്ഷെ കുറച്ചു നാളെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം തന്നിരിക്കുക. അത് തന്നെ ധാരാളം. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ എന്താണ് നോക്കിയിരിക്കുന്നത്? അയ്യേച്ചേ, ഏതോ ഒരു പയ്യന്റെ ഫോട്ടോ കണ്ട് മയങ്ങിയിരിക്കുകയാണെന്ന് വിചാരിച്ചപ്പോ ഈ ഫോട്ടോയാണ് നോക്കുന്നേ. അവരോട് എന്തായാലും ഒരു തവണ സംസാരിക്കണം. അന്ന് FM സ്റ്റേഷനിൽ പോയപ്പോ അവരെന്തായിരിക്കും വിളിക്കാഞ്ഞത്? ഞാൻ ഒന്നുകൂടി അവിടെ പോയി അവര് വിളിക്കില്ലേ? ഒരു തവണ കൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെ. അവർക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവര് നിന്നെ വിളിക്കില്ലായിരുന്നോ? അവരുടെ കയ്യിൽ നമ്പർ ഉണ്ടല്ലോ. നീ തിരികെ വിളിച്ചതുമല്ലേ. അവരല്ലേ സംസാരിക്കാത്തത്? നിനക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാ? നീ അതങ്ങ് മറന്നേക്ക്. എനിക്കതങ്ങനെ മറക്കാൻ പറ്റില്ല. എന്തോ അവരെ എന്റെ മനസ്സ് മുഴുവൻ. നന്നായിട്ടുണ്ട്. അവരെ നിന്നെക്കുറിച്ചൊന്നും ചോദിച്ചറിയുന്നില്ല. നീയാണെങ്കി അവരെ മറക്കുന്നേ ഇല്ല. ഇതെങ്ങനെ ശരിയാകും? ഇപ്പോ നമുക്ക് ഒരു തവണ മെസ്സേജ് അയച്ചാലോ? എങ്കിൽ അയക്കും. ഫോൺ ചെയ്തിട്ടേ എടുക്കുന്നില്ല. മെസ്സേജിന് റിപ്ലൈ കിട്ടുമായിരിക്കും അല്ലേ? നിനക്ക് വെളിവില്ലാതായെന്നാ തോന്നുന്നേ. ഛേ, അഞ്ജു, കളിച്ചതൊക്കെ മതി, കിടന്നുറങ്ങാൻ നോക്ക്. കിടക്ക്. അമ്മയുടെ ഫോണിലേക്ക് എന്താ മെസ്സേജ് വരുന്നേ? ഇതെന്താ? അമ്മയുടെ DP ആണല്ലോ. ചേച്ചി, ഈ നമ്പറിൽ നിന്നല്ലേ?
കഴിഞ്ഞ പ്രാവശ്യം കോൾ വന്നത്. ആ അതേടാ. ഹായ് എന്നിട്ടിട്ടുണ്ട്. ചേച്ചി തിരിച്ച് ഹായ് റിപ്ലൈ ചെയ്യ്. ആരാന്ന് നോക്കാം. റിപ്ലൈ വന്നോ? ആ ഹായ് അയച്ചിട്ടുണ്ട്. ആ, നീ റിപ്ലൈ കൊടുക്ക്. ഹായ് ചേച്ചി, സുഖമാണോ? ചേച്ചി എന്നാണല്ലോ പറയുന്നേ. ഇത് അമ്മയുടെ ഫോണല്ലേ? അപ്പൊ ഇത് ആരായിരിക്കും ചേച്ചി? അമ്മ ആരെ ഇൻവൈറ്റ് ചെയ്യുന്നേ? ആർജെ ഭാഗ്യ നിങ്ങൾക്കറിയാലോ, ആ അമ്മ അവരുടെ ഫാനല്ലേ? അവര് നമ്മുടെ വീട്ടിലേക്ക് വരിക. ഇത് ആ ആർജെ ആന്റി ആയിരിക്കോ? അവരാണെന്നാ തോന്നുന്നത് ചേച്ചി. ലാസ്റ്റ് ടൈം അവരായിരിക്കും വിളിച്ചത്. ചേച്ചി ഒരു പ്രാവശ്യം ഫോൺ ചെയ്ത് നോക്ക്. ആ ഏയ് ചേച്ചി വിളിക്കുന്നടി. എടുക്ക്. ഹലോ ചേച്ചി. ചേച്ചി ഹലോ. ഹലോ, ഇത് ഞാനാ ഭാഗ്യ. ആർജെ, എന്റെ പ്രോഗ്രാമിന് എന്നും ആദ്യത്തെ കോള് നിങ്ങൾ മൂന്നാറിൽ നിന്ന് ചെയ്യും. നിങ്ങളുടെ ആനിവേഴ്സറിക്കൊക്കെ വരാൻ പറഞ്ഞിരുന്നില്ലേ? ചേച്ചി, അച്ഛൻ വരുന്നുണ്ട്. ഹലോ ഹലോ. കോള് കട്ടായി. വീണ്ടും വിളിക്ക്. ആരാ ഈ സമയത്ത് ഇങ്ങനെ വിളിക്കുന്നത്? കുട്ടികൾക്കാണെങ്കിൽ ഡിസ്റ്റർബ് ആവുമല്ലോ. The number you have dialed is currently switched off. ഇപ്പൊ സ്വിച്ച് ഓഫ് ആയി. എന്താ ഇതൊക്കെ? അവരെന്താ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണോ? മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരും, ഫോൺ ചെയ്താലോ വേറെ ആരെങ്കിലും സംസാരിക്കും, അത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ്. അതാ കരുണ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എന്നാലും തമ്മിൽ കാണാൻ അത്ര ആഗ്രഹിച്ചിട്ടും എന്താ ഞങ്ങൾ പരസ്പരം ദൈവം കാണിക്കാതിരുന്നെ? എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തിനാ ഞാൻ അവരെ തന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത്? അവരെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് എന്തിനാ ഞാൻ ചിന്തിക്കുന്നത്? അവരെ കാണണമെന്ന് എന്തിനാ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇനി ഞാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അതോ അവരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവോ? ഈ ക്വസ്റ്റ്യൻസിനൊന്നും കയ്യിൽ ആൻസർ ഇല്ലെങ്കിലും ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ട്. എന്ത് സൊല്യൂഷനാ അത്? അവർ ഒരു തവണ കണ്ടാ മതി, ഈ പ്രശ്നമൊക്കെ തീരും. എന്ത് സൊല്യൂഷനാ ഉള്ളത്? പറ. ജസ്റ്റ് നീ കൂടുതൽ ആലോചിക്കണ്ട, വിട്ടുകളാ. ഞാൻ ശരിയല്ലേ പറഞ്ഞത്? നീ ജസ്റ്റ് ആലോചിക്കണ്ട, വിട്ടുകളഞ്ഞേക്ക്. നിന്നോടൊക്കെ വന്ന് ചോദിച്ചില്ലേ? എനിക്കാ ഭ്രാന്ത്. അത് ശരിയാ, നിനക്ക് പ്രാന്താണ്. ഒരു തവണ നീ നടന്നതൊക്കെ ഓർത്തു നോക്ക്. എവിടെയോ പോണോന്ന് പറഞ്ഞു, മൂന്നാറിലേക്ക് പോയി. കുറച്ചു നാളെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. എവിടേക്ക് പോകും? വല്ല ഊട്ടിയിലോ മൂന്നാറിലോ. ഈ പ്രശ്നങ്ങളൊക്കെ വിട്ട് എങ്ങോട്ടെങ്കിലും. ഇവിടെയുള്ള മിലിറ്ററിക്കാരെ കൊണ്ട് കാര്യം നടക്കാത്തതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു മിലിറ്ററിക്കാരൻ വരുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം വരെയും ചെയ്തു. ഈ ലെറ്ററിൽ കയ്യൊപ്പ് വാങ്ങി നിന്റെ അച്ഛനെ രക്ഷിക്കാൻ ഒരു മിലിറ്ററിക്കാരൻ നിന്റെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് വരും, നോക്കിക്കോ. അങ്ങനെ ആര് വന്നാലും ഒന്ന് വേഗം വന്നാ മതിയായിരുന്നു. 4 കുട്ടികളെ നീ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, പറഞ്ഞതുപോലെ നീ ചെയ്തു. അത്രയും മതിയോ? അതോ ഞാൻ വരുമ്പോ 4 കുട്ടികളെ കൂടെ കൂട്ടിട്ട് വരട്ടെ? ഒരു കാര്യം പറയാം,
നീ അത് ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും തഥാസ്തു ദേവത ഉണ്ടാകും, ഉറപ്പായിട്ടും കേൾക്കും. അങ്ങനെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലേ? നഷ്ടമൊന്നുമില്ലല്ലോ, പറഞ്ഞേക്കേ. ഇത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. നീ ജസ്റ്റ് ഒന്ന് ചോദിച്ചാ മാത്രം മതി. ദൈവമേ, പ്ലീസ് ഒരു തവണ ആ ചേച്ചി ഒന്ന് കാണിക്കേ, ഒന്ന് സംസാരിച്ചാ മതി പ്ലീസ്. നീ എന്താ നോക്കുന്നേ? അതെ, ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ, റിപ്ലൈ എന്തെങ്കിലും വരുമോന്ന്. നിന്നെ ഉണ്ടല്ലോ. സോറി, പറഞ്ഞാ നടക്കുമെന്ന് പറഞ്ഞു. ഇനി കാണാനേ ബാക്കിയുള്ളൂ. അതെ, കല്യാണപ്പെണ്ണിനെ വിളിച്ചോളൂ. അനിയ, ആ താലി എടുത്ത് കെട്ടിക്കോളൂ. എന്താ വരൂ? ഞാൻ ഇനി ഒരു അനാഥയല്ലല്ലോ ഏട്ടാ. ഇപ്പൊ മറ്റുള്ളവരെ പോലെ എനിക്കും ഒരു ഫാമിലി ഉണ്ടല്ലോ അല്ലേ? ആരോ, നിനക്ക് ഞാനുണ്ട്. മരണത്തിനല്ലാതെ വേറെ ആർക്കും നമ്മളെ പിരിക്കാനാവില്ല.
മാത്രം നീ തന്നെയാ മോളെ. അനിയ, ഈ അരുന്ധതിയെ നിനക്ക് നാളെയും കാണാം. ഇപ്പൊ നീ ഈ അരുന്ധതിക്ക് ആ അരുന്ധതി നക്ഷത്രത്തെ ഒന്ന് കാണിച്ചു കൊടുക്ക. അയ്യോ, സമയം എത്രയായി? ഈ ഗുപ്ത എവിടെ പോയി? ഇനിയും എത്തിയില്ലെന്നാ തോന്നുന്നു. ഗുപ്ത, ഗുപ്ത, ഗുപ്ത. ഇങ്ങനെ സമാധാനത്തോടെ വിളിച്ചാൽ എങ്ങനെയാ വരിക? ഗുപ്ത! എത്ര വിളിച്ചിട്ടും കണ്ടില്ലല്ലോ. അയ്യോ, നിങ്ങൾ വന്നോ? നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോ സമയം എന്തായി? പറ, സമയം എന്തായി? ഇത് ചോദിക്കാനാണോ എന്നെ അന്വേഷിച്ചത്? ബ്രാഹ്മ മുഹൂർത്തമാണിത്. മനസ്സിലാവുന്ന ഭാഷയിൽ പറ പ്ലീസ്. യമദേവാ, ഇപ്പോൾ അതിരാവിലെ 4 മണിയായിരിക്കുന്നു. സൂര്യൻ ഉദിക്കാൻ പോലും ഇനിയും സമയമുണ്ട്. അയ്യോ, പകൽ സമയത്ത് പോലും നീ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അത് അവിടം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയതാ. നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എന്റെ ലോകത്തേക്ക് പോയി എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട് ഒരു അല്പനേരം ഒന്ന് ഉറങ്ങാമെന്ന് കരുതി കിടന്നപ്പോൾ നീ വിളിച്ച വിളിയിൽ ഭൂകമ്പമുണ്ടായി എന്ന് കരുതി ഞാൻ ഇവിടേക്ക് ഓടി വന്നതാ. നീ എന്നെ ചിത്ര വിചിത്ര ഗുപ്തനെന്ന് വിചാരിച്ചോ, അതോ നിന്റെ സേവകനാണെന്ന് കരുതിയോ? ഗുപ്ത, ഗുപ്ത, ഇങ്ങോട്ട് വാ. ഒന്ന് പെട്ടെന്ന് വാ. നിന്നെ കുട്ടികളുടെ റൂമിലെ ലൈറ്റ് കത്തുന്നില്ല. നിന്റെ പ്രശ്നം മാത്രം നീ എടുത്തു പറയുന്നു, എന്റെ പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ലേ? അതല്ല ഗുപ്ത, 4 മണിക്ക് എഴുന്നേൽക്കണ്ടേ? എല്ലാം കേൾക്കേണ്ടതല്ലേ? പക്ഷെ കേട്ടില്ല, ലൈറ്റ് കത്തുന്നില്ല. എന്ത് പറ്റിയതായിരിക്കും? അയ്യോ, ഏട്ടൻ എന്ത് വേണമെങ്കിലും സഹിക്കും. പക്ഷെ പറഞ്ഞ സമയത്ത് കുട്ടികൾ എഴുന്നേൽക്കാതെ അനുസരണക്കേട് കാണിച്ച ഏട്ടന് ദേഷ്യം വരും. ഇപ്പൊ എന്താ ചെയ്യാ? അയ്യോ, ഗുപ്ത, ഗുപ്ത, കുട്ടികൾ ഇനിയും എഴുന്നേറ്റില്ല. എന്താ ഇപ്പൊ ചെയ്യാ ഗുപ്ത? മാഡം, സമയം 7 ആകുന്നു മാഡം. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. 7:10 ആയിക്കോളൂ. അപ്പോഴേക്ക് മഹേന്ദ്രനും എത്തും. അതുകൊണ്ടാ പറഞ്ഞത് മാഡം, സാർ വരാനുള്ള സമയമായി. കുട്ടികൾ ഇതുവരെ എഴുന്നേറ്റില്ല എന്നറിഞ്ഞാ വലിയ വഴക്കുണ്ടാവും മാഡം. അതുണ്ടാവാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ. ആ 4 കുട്ടികളെയും ഇവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് അയച്ചാൽ മാത്രമേ എനിക്ക് എന്റെ ജോലി തുടങ്ങാൻ പറ്റൂ.